2021 തെരഞ്ഞെടുപ്പിൽ അന്ന് കെ സുരേന്ദ്രൻ BJPയുടെ അധ്യക്ഷനാണ്. 2 മണ്ഡലത്തിൽ മത്സരിച്ച് ചരിത്രം സൃഷ്ടിക്കുകയും കോന്നിയിലും മഞ്ചേശ്വരത്തും ഹെലികോപ്റ്റർ വഴി പോയി പ്രകടനം നടത്തുകയും മോഡി വരികയൊക്കെ ചെയ്തു വന്നു. അത് അന്ന് 35 സീറ്റ് ഞങ്ങൾ പിടിച്ചാൽ കേരള ഭരണം പിടിക്കും എന്നായിരുന്നു വാഗ്ദാനം. ഒരു സീറ്റും കിട്ടിയില്ല, എല്ലാ സീറ്റിലും തോറ്റു. അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും അതിനേക്കാൾ കുറഞ്ഞു വോട്ട് വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില സ്ഥലങ്ങളിൽ കുറച്ച് വോട്ട് കിട്ടിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് വേറെ സാഹചര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെന്റ് സീറ്റ് പിടിച്ച ആളുകൾക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ തന്നെ പോയി. ഇതൊരു ഭൂരിപക്ഷമായിരുന്നു തൃശ്ശൂർ കോർപ്പറേഷനിൽ സുരേഷ് ഗോപിക്ക്. എവിടെയത്? അതവിടെ നിൽക്കട്ടെ. വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് പാർട്ടി മത്സരിക്കും, അങ്ങനെയാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ഇപ്പോൾ സുരേന്ദ്രനെ മാറ്റി രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പ്രൊഫഷണൽ ആണ്. അയാൾ എന്ത് പ്രൊഫഷണലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് വേറെ അഭിപ്രായങ്ങളുണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അദ്ദേഹം അവിടെ സക്സസ് ആയിരുന്നു എന്നുള്ള അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. BPLന്റെ CEO ആയിരുന്നു ഒരു ഘട്ടത്തിൽ. അപ്പോൾ BPL കമ്പനി തന്നെ ഇല്ല. അതുകൊട്ടെ, പ്രശ്നം അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. തിരുവനന്തപുരത്ത് വരുന്നു, ഞാൻ നേമത്ത് മത്സരിക്കുമെന്ന് 3-4 മാസം മുമ്പ് പ്രഖ്യാപിക്കുന്നു. ആകെ ബഹളം. പ്രധാനമന്ത്രി 2 പ്രാവശ്യം ഓടി വരുന്നു, അവിടെ വരുന്നു, ഇവിടെ വരുന്നു. 2020 എന്ന് പറയുന്ന അതിശക്തമായൊരു സംഘടന കൂടെ വരുന്നു. BDJS പണ്ടേ ഉണ്ട്. അങ്ങനെ പലതരം ഇക്വേഷനുകൾ ഇങ്ങനെ തരം കൂട്ടി വെച്ചു. അത്ഭുതം സൃഷ്ടിക്കാൻ പോവാണ്. ഞങ്ങളുടെ വോട്ട്, 2020 വോട്ട്, BDJSന്റെ വോട്ട്, പാർലമെന്റ് വോട്ട്, അങ്ങനെ എല്ലാം ചേർത്ത് അലകൊലുത്ത് പരിപാടി. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ അവസാന ചിത്രം വരുമ്പോൾ വളരെ വിചിത്രമായ ചിത്രമാണ് നിൽക്കുന്നത്. ചിത്രം എന്ന് പറഞ്ഞാൽ 1-2 സീറ്റ് കിട്ടിയാൽ ഭാഗ്യം എന്ന നിലയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അവരുടെ ഭാഗം. കിട്ടും, ഒരു 5 എണ്ണം കിട്ടും, 10 എണ്ണം കിട്ടും എന്നൊക്കെ പലരെ കൊണ്ട് പറയുന്നുണ്ട്. അതൊന്നും കിട്ടാൻ പോകില്ല. 1-2 തന്നെ ഇഷ്ടിയാ, എന്നിട്ട് വേണ്ടേ 5 എണ്ണം കിട്ടാൻ. എന്താ കാര്യം? ഒന്ന്, കേരളത്തിൽ അവരുടെ സ്റ്റാൻഡ് വലിയ കൺഫ്യൂസിംഗ്. പിണറായിക്ക് തുടർഭരണം വരുന്നതാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകൾ BJPയിൽ. പിണറായി ഒരു കാലത്തും ജയിക്കരുത് എന്ന് പറയുന്ന കുറെ ആളുകൾ. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള ഒരു വിഷയം വന്നിട്ട് BJP മിണ്ടുന്നില്ല. പ്രധാനമന്ത്രി ഒരു പ്രാവശ്യം കേരളം മുഴുവൻ സഞ്ചരിച്ചിട്ട് വടക്കൻ കേരളത്തിൽ വന്നിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിച്ച് കാമ എന്ന് 2 അക്ഷരം മിണ്ടിയില്ല. അവസാനം രാഹുൽ ഗാന്ധി വായിൽ കോലിട്ട് ചോദിച്ചു, എന്തേ പ്രധാനമന്ത്രി അത് പറയാത്തത്, കേരളത്തിൽ വന്ന് പറയാത്തത്? അത് നിങ്ങളും പിണറായി വിജയനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? NDAയുടെ ഒരു സ്ഥാനാർത്ഥി റാന്നിയിൽ, ശബരിമലയുള്ള റാന്നിയിൽ പരസ്യമായി പറഞ്ഞു, ശബരിമല സ്വർണ്ണക്കൊള്ള ഈ വിഷയത്തിൽ ഒരു വിഷയമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തം ട്രെൻഡ് ശബരിമല വിഷയമല്ലാതാക്കുക, എന്നിട്ട് LDFനെ ജയിപ്പിക്കുക. കോൺഗ്രസ് മുക്ത ഭാരതം പോലെ കോൺഗ്രസ് മുക്ത കേരളം, അതിന് ഇവിടെ നിന്ന് ഒരു കൈസഹായം കിട്ടും എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇക്വേഷൻ ആകെ പൊളിഞ്ഞ് പാളീസായി. എന്താ കാര്യം വെച്ചാൽ, ഒന്ന് അതിന് ചെയ്ത പണികളാണ്. സ്ഥാനാർത്ഥി നിർണയം അമ്പേ പാളി. BJPക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് എന്ന് കരുതുന്ന മണ്ഡലങ്ങളിൽ പോലും കോമാളി പോലെയുള്ള, ഞാൻ കോമാളി എന്ന് പറയുന്നത് ഐസക് ഉദ്ദേശിച്ച പോലെയല്ല, രാഷ്ട്രീയത്തിൽ ഒരു പരിചയവുമില്ലാത്ത ചില TV പരിപാടികളിൽ മാത്രം നാം കണ്ടു പരിചയമുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടു നിർത്തുന്നു. എറണാകുളത്തെ തൃപ്പൂണിത്തുറ മണ്ഡലം, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഇപ്പൊ ഭരിക്കുന്നത് BJP ആണ്. തൃപ്പൂണിത്തുറയാണ് എറണാകുളം ജില്ലയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ഒരു മണ്ഡലം. അവിടെ ഒരു താമര ജില്ലത്തിലൊരു സ്ഥാനാർത്ഥിയില്ല. അവിടെയുള്ളത് ഈ പറഞ്ഞതുപോലെ ഏതോ ഒരു സീരിയൽ നടിയാണ്. സീരിയൽ നടിക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വിരോധമൊന്നുമില്ല. അവർ പിന്നെ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ എന്താ? എൻ്റെ പേരിൽ അഞ്ജലി PV അല്ല, അഞ്ജലി നായരാണ്. ഹൈക്കോടതി പോണു, അവിടെ പോണു, ഇവിടെ പോണു. ആളുകളൊക്കെ അവനോട് ജാതി പേര് ഉപേക്ഷിക്കാൻ നോക്കുമ്പോഴാണ് ഈ സഹോദരി ജാതി പേര് ചേർക്കാൻ. ഇങ്ങനൊരു പ്രശ്നമുണ്ടോ? പിന്നെ അതിലും വിചിത്രം, 2 സ്ഥാനാർത്ഥികൾക്ക് വോട്ടില്ല. ഇത് സ്ഥാനാർത്ഥി കൊണ്ടുവന്നു 2020, അവർക്ക് വോട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? വോട്ടില്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല അവർക്ക്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും അറിയാത്തവരാണ് സ്ഥാനാർത്ഥികളായി വന്നത്. ഇത് വന്നപ്പോൾ തന്നെ ഈ ഡീലിന്റെ കഥകൾ പലതും വന്നു. ഇങ്ങനെയാണ്. അതൊരു വലിയ വിഷയം. മൂന്നാമത്, മോഡി ഇവിടെ വന്ന് വികസനത്തിന്റെ വലിയ വർത്തമാനം പറഞ്ഞു പോകുമ്പോഴും മോഡിക്ക് പഴയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡിക്ക് കിട്ടിയ ഇമേജ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല. ഒബ്വിയസ്ലി, കാരണം കേരളത്തിൽ BJP ജയിക്കാൻ പോകുന്നില്ല. പിന്നെ LDF UDF തമ്മിലുള്ള തർക്കത്തിൽ ചില
അഡ്ജസ്റ്റ്മെന്റുകളിൽ 1-2 സീറ്റ് കിട്ടുമെന്നാണ് ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേമത്ത് പോലും മേൽക്കൈയുണ്ട് ബി ജെ പിക്ക് എന്ന് ഇപ്പൊ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയുള്ളൂ. ഇത് സാധ്യതയുള്ള നേമത്താണ്, അവിടെ പോലും സാധ്യതയില്ല. പിന്നെ സാധ്യതയുള്ളത് ഇവര് പല കാരണം കൊണ്ട് കളഞ്ഞു. ഒന്ന് ഞാൻ പറയാം, FCRA വന്നതോടുകൂടി പാലയിലും പൂഞ്ഞാറും ഏതാണ്ട് തീരുമാനമായി. കാരണം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നു, കേക്ക് കൊടുക്കുന്നു, കിരീടം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു പോയ ആളുകൾ ക്രിസ്ത്യൻ സമൂഹത്തിന് കൃത്യമായി മനസ്സിലായി എന്താ കാര്യം, കേക്കും ഇതൊക്കെ തരുന്നതിൽ എന്തെങ്കിലും ചേർത്ത് മയക്കുമരുന്നുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടി വരും. കാരണം എന്താ, FCRA എന്ന് പറയുന്ന അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നട്ടെല്ല് പൊടിച്ച് തകർക്കുന്ന തരത്തിലാണ് ഇത് വന്നത്. ക്രിസ്ത്യൻ സഭകൾക്ക് മാത്രമല്ല മറ്റു പല സംഘടനകൾക്കും ഉണ്ടെങ്കിൽ പോലും ക്രിസ്ത്യൻ സഭകളെ പ്രത്യേകിച്ച് കിടന്ന് വിയർക്കാണ്. സുരേഷ് ഗോപി പറഞ്ഞു കള്ളന്മാരെ അതിനെ പേടിക്കുന്നു. അപ്പോ കാര്യം മനസ്സിലായി, FCRA ഭേദഗതിയെ എതിർക്കുന്നതൊക്കെ കള്ളന്മാരാണ്. ആരെ എതിർക്കണേ? കേരളത്തിലെ പ്രധാനപ്പെട്ട ബിഷപ്പുമാര്, കേരളത്തിലെ മത നേതാക്കന്മാര്, സാമുദായിക നേതാക്കന്മാരാണ് എതിർത്തത്. അപ്പൊ അവരൊക്കെ കള്ളന്മാരാണ്. തീരുമാനമായാലും അപ്പോൾ ഏതാണ്ട് അവരുടെ കാര്യം, മധ്യ കേരളത്തിലെ കാര്യം ഏതാണ്ട് തീരുമാനമായി. ഇനി പാലക്കാട് കഷ്ടിച്ച് ഇപ്പൊ ജയിക്കും എന്നാണ് വലിയ വാദടിച്ചിരുന്നത്. ഒരു കാര്യം വളരെ ലളിതമായി പറയും, ഈ ശ്രീധരനാണ് BJPക്ക് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം മത്സരിച്ചപ്പോഴാണ് ഷാഫിക്ക് 3000 വോട്ടിനെ ജയിക്കേണ്ടി വന്നത്. ബാക്കി ഒരു സമയത്തും അവിടെ ഉണ്ടായ വോട്ടിന്റെ വ്യത്യാസം വളരെ വലുതാണ്. UDF വളരെ സ്ട്രോങ് വിക്കറ്റിൽ അവിടെ നിൽക്കണേ. പിന്നെ പിഷാരടിയെ കളിയാക്കാൻ നോക്കി, പക്ഷെ പിഷാരടി ഗംഭീരമായി, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. പിഷാരടിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതിന്റെ 100 മടങ്ങ് പക്വതയും ഭാഷയും പ്രയോഗവും വിനയവും ആളുകളുമായിട്ടുള്ള അടുപ്പവും ഒക്കെ കാണിക്കാൻ പിഷാരടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, പിഷാരടി ആക്സെപ്റ്റഡ് ആണ് ഇവിടെ. അതോടുകൂടി ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയ വോട്ട് കിട്ടിയേക്കാം, പക്ഷെ രാഷ്ട്രീയ വോട്ടിൽ ഒരു സംശയവും വേണ്ട, കൃത്യമായ മേൽക്കൈ UDFന് അവിടെയുണ്ട്. രാഷ്ട്രീയമാണ് മത്സരമെങ്കിൽ UDF അവിടെ ജയിക്കും. പിന്നെ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുക, ഏറ്റവും ഒടുവിൽ വോട്ടിന് നോട്ട് വിവാദം വരിക, ഇതൊക്കെ കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ആർക്കും മനസ്സിലാവും എന്താണ് സംഭവിക്കാൻ പോണേന്ന്. പിന്നെ ഉള്ളത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്തും ഈ പറഞ്ഞ പോലെ വൃത്തികെട്ട കളികൾക്ക് പലരും ശ്രമിച്ചു. ആ കളിയും അവിടെ ഏറ്റിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. കാരണം SDPIയെ കളിപ്പിച്ചു, കളത്തിലിറക്കി. ഈ വടക്കേ ഇന്ത്യയിൽ OIC എന്ന് പറയുന്ന ഒരു നേതാവ് BJP ജയിക്കാൻ വേണ്ടി എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ നിർത്തി മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഭിന്നിപ്പിച്ച് അങ്ങനെ BJP ജയിക്കുക. അവർ BJPക്ക് എതിരാണെന്ന് പറയാം, ഞങ്ങൾ BJPക്ക് എതിരാണ്, കോൺഗ്രസ് മോശമാണ്, RJD മോശമാണ്, മറ്റവര് മോശമാണ്, ഇവര് മോശമാണെന്നൊക്കെ പറയും. പക്ഷേ ഇതിന് പറയാ എന്താ, കോൺഗ്രസ് ഇവര് മത്സരിക്കും, വോട്ട് ഭിന്നിക്കും, BJP ജയിക്കും. എല്ലാ സ്ഥലത്തും നമ്മളത് കണ്ടിട്ടുള്ളത്. അതുപോലൊരു ഇടപാടാണ് SDPI കേരളത്തിൽ നടത്തുന്നത്. അവർക്കത് പെട്ടെന്ന് എക്സ്പോസ്ഡ് ആയി. അപ്പോ SDPIയുടെ സഹായം കൊണ്ട് കേരളത്തിൽ ജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഒരു വശത്ത്, മറുവശത്ത് BJPക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ഇനി ജാതി മത സംഘടനകളുടെ പിന്തുണയൊന്നും പഴയ പോലെ BJPക്ക് ഇല്ല. SNDP അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായ SNDP നിശബ്ദമാണ്. ഇപ്പൊ നിശബ്ദം. അവരുടെ കുടുംബത്തിൽ നിന്ന് 3 അഭിപ്രായം വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു LDF ജയിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ഭാര്യയ്ക്ക് വേറെ അഭിപ്രായം ഉണ്ടാവാം, 100 സീറ്റ് NDA നേടുമെന്ന്. അപ്പൊ എന്തൊരു വിവരം ഉണ്ടെന്ന് ആലോചിക്കണം. അപ്പൊ അവരുടെ മകൻ പറഞ്ഞു അങ്ങനെയില്ല, അതിന്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ വരും എന്ന് പറഞ്ഞാൽ SNDP എന്ന് പറയുന്ന അവര് വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാലത്തും ഒളിഞ്ഞ് BJP സഹായിക്കുകയും തെളിഞ്ഞ് പിണറായി സഹായിക്കുകയും ചെയ്യുന്ന ആള് ഏതാണ്ട് നിശബ്ദമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ടതില്ല. 1-2 സ്ഥലങ്ങളിൽ അവർ 2ാം സ്ഥാനത്ത് വന്നേക്കാം, 2-3 സ്ഥലങ്ങളിൽ വന്നേക്കാം എന്ന് മാത്രം ഞാൻ കാണുന്നുള്ളൂ.